സ്കാം 1992 എന്നുള്ള സീരീസ് കണ്ടിരുന്നു. അപ്പോൾ അതിനോട് ഭയങ്കര ഒരു അഡിക്ഷൻ തോന്നി. അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കുറച്ചുകൂടി ഒന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ഷെയറിൻ്റെ ബുള്ളിഷ് ട്രെൻഡ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ, അതായത് നമ്മുടെ മൈൻഡ് അട്രാക്ട് ചെയ്യുന്ന രീതിക്കുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ വേറൊന്നും അതിനകത്ത് ചിന്തിക്കില്ല. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അറൗണ്ട് ഒരു 300-500 അത്രയും എമൗണ്ടൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തന്നെ ആദ്യമൊക്കെ ലോസ് ആയിരുന്നു. ഹായ്, ഹലോ. ഹായ്. താങ്ക് യു. ഒക്ടോബർ ബാച്ച് ആയിരുന്നല്ലേ? അതെ അതെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ ഓക്കെ. എൻ്റെ പേര് അതുൽ എന്നാണ്. വയനാടാണ് വീട്. കറൻ്റ്ലി ഞാൻ വർക്ക് ചെയ്യുന്നത് കാലിക്കറ്റാണ്. അവിടെ ഒരു മാനുഫാക്ചറിങ് ഫേം ഉണ്ട്. പിന്നെ ഞാൻ ട്രേഡിങ്ങിനെ കുറിച്ച് അറിഞ്ഞത്, ഞാൻ CMA സ്റ്റുഡൻ്റ് ആണ് ആക്ച്വലി. അപ്പോൾ നമുക്ക് ഈ സിലബസ് തന്നെ ഈ ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെൻ്റൽ അനാലിസിസും അതിൻ്റെ ചെറിയ ടോപ്പിക്കൊക്കെ കവർ ചെയ്യാനുണ്ട്. അപ്പം അതും പിന്നെ ഞാൻ ആ സമയത്താണ് സ്കാം 1992 എന്നുള്ള സീരീസ് കണ്ടിരുന്നത്. അപ്പോൾ അതിനോട് ഭയങ്കര ഒരു അഡിക്ഷൻ തോന്നി. അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കുറച്ചുകൂടി ഒന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ നോക്കിയപ്പം ഞാനും വിചാരിച്ചു എന്തായാലും ഇപ്പം ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ വർക്കിന് കയറി കഴിഞ്ഞാലും നമുക്ക് വർക്ക് മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട, നെക്സ്റ്റ് ഒരു സെക്കൻഡറി ആയിട്ടുള്ള എന്തെങ്കിലും സോഴ്സ് ഓഫ് ഇൻകം കൂടി ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്നുള്ളൊരു ഡിസിഷനിലെത്തി. അങ്ങനെ ഞാൻ ആ സമയത്ത് യൂട്യൂബ് ക്ലാസ്സാണ് ഞാൻ അന്വേഷിച്ച സമയത്ത്. ക്ലാസ് കുറവായിരുന്നു. പിന്നെ ഉള്ളതൊക്കെ നമുക്ക്, ഞാൻ ആ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്തായതുകൊണ്ട് തന്നെ കുറച്ച് കോസ്റ്റ് അഫോർഡ് ചെയ്യാനുള്ളതിൽ അത്രയും ഒരു ഇതിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, യൂട്യൂബിൽ ക്ലാസ് ഫ്രീ ആണല്ലോ, അപ്പോൾ അങ്ങനെ ആ ഒരു രീതിക്ക് മുന്നോട്ട് പോവുക ചെയ്തത്. പക്ഷേ അതിന് ചെറിയ രീതിക്ക്, അതായത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അറൗണ്ട് ഒരു 300-500 അത്രയും എമൗണ്ടൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തന്നെ ആദ്യമൊക്കെ ലോസ് ആയിരുന്നു. ഇപ്പം നോർമലി അത് ഞാനത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു സ്റ്റോക്ക് മാർക്കറ്റിൽ ലോസും കാര്യങ്ങളും ഉള്ളതാണ് എന്നുള്ളത്. പാർട്ട് ഓഫ് ദ ഗെയിം. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. പിന്നെ എനിക്ക് എക്സാംസിൻ്റെ തിരക്ക്, അതായത് CMA ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് 2 ടേമിലാണ്, പിന്നെ ഒരു ഇയറിൽ 2 എക്സാംസ് ഉണ്ടാവും, ജൂണിനും ഡിസംബറായിട്ട്. അപ്പോൾ അങ്ങനെ ആ എക്സാംസിൻ്റെ തിരക്കായി പോയപ്പം എനിക്ക് ആ ട്രേഡിംഗ് എന്നുള്ളത് പഠിച്ചു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് എക്സാംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫുൾ ടൈം ഒന്നും ഇരുന്നിട്ടില്ല. ജസ്റ്റ് എന്താണെന്നുള്ളത് നോക്കി, പിന്നെ ചെറിയ എമൗണ്ട് എന്തെങ്കിലും കയ്യിൽ വരികയാണെങ്കിൽ അതിടും. അങ്ങനെ ആ രീതിക്കേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ കാലിക്കറ്റ് ഒരു മാനുഫാക്ചറിങ് ഫേം ഉണ്ട്. അപ്പം അത് കഴിഞ്ഞ് അവിടെ വർക്കും ചെയ്യുന്നുണ്ട് ആക്ച്വലി. അപ്പോൾ അത് കഴിഞ്ഞപ്പം ഈ ട്രേഡിങ്ങിനെ കുറിച്ച് കുറച്ചുകൂടി ഒന്ന് സീരിയസ് ആയിട്ട് ചെയ്യാം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തി. അപ്പോൾ പിന്നെ അഗെയിൻ യൂട്യൂബ് ക്ലാസ് പ്രിഫർ ചെയ്ത സമയത്ത് എനിക്കത് വർക്കൗട്ട് ആവില്ല എന്നുള്ളൊരു ഇത് തോന്നി. കാരണം അതിന് നമുക്ക് വരുന്ന ഡൗട്ട്സും കാര്യങ്ങളൊന്നും ക്ലിയർ പ്രോപ്പറായിട്ട് നമുക്ക് ആരുടെ അടുത്താ ചോദിക്കുക, അങ്ങനെ കുറേ ഒരു പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് കേരള, അത് വേറെ അന്വേഷിച്ചിരുന്നു. അത് ബേസിക്കലി നമ്മൾ അന്വേഷിക്കില്ല, അതായത് ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് 2-3 സജഷൻസ് നോക്കുമല്ലോ. അങ്ങനെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉള്ളതിൽ ബെറ്റർ സ്റ്റോക്ക് മാർക്കറ്റ് കേരളയാണെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ എൻക്വയറി ചെയ്തു. അപ്പോൾ കാലിക്കറ്റ് തന്നെ ഇതുണ്ടെന്ന് പറഞ്ഞു, ഓഫ്ലൈൻ ബാച്ച് ഉണ്ട്. ഞാൻ ഓൺലൈൻ പ്രിഫർ ചെയ്തില്ല എന്ന് ഉറപ്പിച്ചായിരുന്നു. കാരണം യൂട്യൂബ് ക്ലാസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ അതിലേക്ക് ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു എഫേർട്ട് കിട്ടണം. പക്ഷേ ഈ ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് ഇപ്പം ഇന്ന് നോക്കാമെന്ന് വെച്ചാൽ ടോപ്പിക്ക് വേണമെങ്കിൽ നാളത്തേക്ക് നോക്കാം, മറ്റന്നാളത്തേക്ക് നോക്കാം. അവിടെ ചോയ്സസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പം എന്താ പറയുക, നമ്മൾ കുറച്ചുകൂടി ലേസി ആയി പോകണം അവിടെ. പക്ഷേ ഓഫ്ലൈൻ ബാച്ച് ആകുമ്പോൾ അവിടെ നമ്മൾ കമ്പൽസറി ആയിട്ട് ക്ലാസ്സിന് പോകണം, ഇന്ന് ഓരോ വർക്കും കാര്യങ്ങളും തരും. അപ്പോൾ അങ്ങനെ അത് നമ്മൾ എന്താ പറയുക, പകുതി മൈൻഡ് ഉണ്ട്, പകുതി ബാക്കി അവർ നോക്കിക്കോളും ആ ഒരു ലെവലിലേക്ക്. മറ്റേന്ന് വെച്ചാൽ നമ്മൾ ഫുൾ കമ്മിറ്റ്മെൻറ്റ് വേണ്ടി വരും. അതിപ്പോൾ എപ്പോഴും നമുക്ക് പോസിബിൾ ആവുകയില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഓഫ്ലൈൻ ബാച്ച് പ്രിഫർ ചെയ്തത്. അങ്ങനെ പ്രിഫർ ചെയ്ത സമയത്ത് ഒക്ടോബർ ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വീട്ടുകാർക്കായാലും വീട്ടിലെ അച്ഛനും അമ്മയോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് തന്നെ അവർക്കും ഭയങ്കര ഒരു പേടിയാണ്. അതായത് ഇതിൽ പിന്നെ പൈസ വെറുതെ പോകും, വെറുതെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഇതിനകത്ത് കൊണ്ട് കളയുന്ന അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റായിരുന്നു കുറേ കാലം. അത് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്തൊക്കെ. ഇപ്പം ഞാൻ ആക്ച്വലി ബുക്ക് ചെയ്ത പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അവരും ഹാപ്പിയാണ്. അതായത് എന്താ പറയുക, ഇപ്പം നമ്മുടെ മേലെ അവർക്കും ഒരു കോൺഫിഡൻസ് തോന്നും. ഇപ്പം അതിനെ വലിയ ഫണ്ട് ഇടുമെന്നൊന്നും എവിടെയും പറയുന്നില്ല. ഞാൻ തന്നെ തുടങ്ങിയെന്ന് വെച്ചാൽ ചെറിയ എമൗണ്ട് വെച്ച് തുടങ്ങിയത്. ഇപ്പോൾ അത്യാവശ്യം പ്രോഫിറ്റബിൾ ആണ്. പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എപ്പോഴും ഒരു ചെറിയ എമൗണ്ടിലാണ് തുടങ്ങിയത്.
അപ്പോൾ ഇപ്പോഴും ലേറ്റ് അല്ല ആരും, ടൈമുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ പിന്നെ സെക്കൻഡറി ആയിട്ടൊരു ഇൻകം വരുന്നത് എപ്പോഴും നമുക്കൊരു ബാക്കപ്പ് സപ്പോർട്ടാണ് ആക്ച്വലി. കാരണം ഒന്നില്ലെങ്കിൽ അടുത്ത ഫണ്ട് ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കെപ്പോൾ മനസ്സിലുണ്ടാവും. ഇപ്പോൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ലാസ്റ്റ് മന്ത് 50,000 സംതിങ് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തു. ഓക്കെ, ഈ സെക്കൻഡറി സ്ട്രീം ഓഫ് ഇൻകം വരാൻ തുടങ്ങിയതിന് ശേഷം എന്ത് ഫീൽ ചെയ്തു? മെയിൻ സെക്കൻഡ് സ്ട്രീം ഓഫ് ഇൻകം ആണല്ലോ ഇത്. അതായത് ഞാൻ പറഞ്ഞില്ല, ഏറ്റവും കൂടുതൽ നമുക്ക് പുറത്തിറങ്ങി നടക്കുമ്പോൾ തന്നെ നമുക്കൊരു ആത്മാഭിമാനം എന്നൊക്കെ പറയുന്ന അത് പ്രൗഡ് മൊമെൻ്റ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ വേറെ ആരുടെ സംസാരിക്കുമ്പോൾ തന്നെ ഇപ്പം ട്രേഡിങ്ങിനെ കുറിച്ച് ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ തന്നെ നമ്മളൊരു പ്രോഫിറ്റബിൾ ട്രേഡറാണ് എന്നുള്ളത് നമുക്കൊരു കോൺഫിഡൻ്റ് ഉണ്ടല്ലോ. അതായത് ഇപ്പം ഞാൻ സംസാരിച്ച് തന്നെ അത്യാവശ്യം എനിക്ക് വലിയ ലോസൊന്നും ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഞാൻ അത്രയും നോക്കിയിട്ടൊക്കെ ട്രേഡ് എടുക്കുന്നുള്ളൂ, കണ്ടമാനം ട്രേഡും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. കാരണം ഇതൊക്കെ കിട്ടിയതും നമ്മളെ ക്ലാസ്സിൽ തന്നെയാണ്. കാരണം ഈ ഓവറായിട്ടുള്ള ട്രേഡ് എടുക്കുന്നത്, പിന്നെ പ്രോപ്പറായിട്ടുള്ള സ്റ്റോപ്പ് ലോസിൻ്റെ ഞാൻ പോയതിൽ എനിക്ക് ക്ലാസ്സിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയൊരു കാര്യത്തിൻ്റെ സ്റ്റോപ്പ് ലോസിൻ്റെ കാര്യമാണ്. കാരണം ലോസ് ഒരു ട്രേഡറുടെ ലൈഫിൽ എപ്പോഴും ലോസ് ഉണ്ടാവും. അപ്പോൾ ആ ലോസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായാൽ മതി. അത് എപ്പോഴും പ്രോഫിറ്റാണ്. ഇപ്പോൾ ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ ലോസ് വന്നിട്ട് നമ്മളത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വേറൊരു സ്റ്റോക്കിൽ കുറേ ഇത് ഇൻവെസ്റ്റ് ചെയ്ത് പിന്നെ അതും ലോസായി. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ നമ്മൾ ഇമോഷൻ കൺട്രോൾ ചെയ്യുക എന്നൊക്കെ പറയുന്നത് നടക്കണമെങ്കിൽ നമുക്ക് ഈ ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്താൽ തന്നെ അത് പോസിബിൾ ആവുള്ളൂ. ഒരു എൻ്റർപ്രീനർ ആണല്ലോ. അതെ. അപ്പോൾ ഇതിൻ്റെ കൂടെ ട്രേഡിംഗ് കൂടെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകും? അതായത് പല ആൾക്കാരും ഇപ്പം ചോദിക്കുമല്ലോ, എനിക്ക് ക്ലാസ് ഉണ്ട്, ബിസിനസ് ഉണ്ട്, എനിക്ക് ഇതിൻ്റെ കൂടെ ട്രേഡ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ എന്താണ് പറയേണ്ടത്? അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 2-3 ടൈപ്പ് ട്രേഡിങ്സ് വരുന്നുണ്ട് ആക്ച്വലി. ഇപ്പോൾ ഇൻട്രാഡേ, സ്വിങ്, ലോങ് ടൈം, ഷോർട്ട്. അതായത് ഇപ്പം എൻ്റെ നോർമൽ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ വർക്കിംഗ് ടൈമിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിക്കാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഞാൻ നൈറ്റ് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും. അതായത് അന്നത്തെ മാർക്കറ്റിൻ്റെ എന്തൊക്കെയാണ് മൂവ്മെൻറ്റ്സ് ഉണ്ടായത്, അല്ലെങ്കിൽ പുതിയ ഒരു ചാർട്ട് എടുത്തിട്ട് അത് അനാലിസ് ചെയ്യും. അത് നെക്സ്റ്റ് ഡേയിലേക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത്, അത് അന്നത്തെ ദിവസം മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നു. പിന്നെ നെക്സ്റ്റ് ഡേയിലേക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് കമ്പനീസിൻ്റെ ഷെയർസ് നോക്കി വെക്കും, ആ ചാർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് സോർട്ട് ചെയ്തിട്ട് എത്ര ഫണ്ട് ഉണ്ടോ അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ നൈറ്റ് ടൈം സ്പെൻഡ് ചെയ്യും. ദെൻ രാവിലെ ഇപ്പോൾ ഒരു 8:30 മുതൽ അല്ലെങ്കിൽ 9 വരെ ആ ഒരു 1 hour, അത് മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് ഞാൻ ഒരു 15 minutes 30 minutes അത്ര ഇരിക്കാറുണ്ട്. ബാക്കി അത് സ്വിങ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കാറില്ല. പ്രോഫിറ്റ് വരുമ്പോൾ ബുക്ക് ചെയ്യുന്നു. അപ്പോൾ അത് വർക്കിനെ ഒരിക്കലും അഫക്റ്റ് ചെയ്യാത്ത രീതിക്കുള്ളൊരു ട്രേഡ് സ്വിങ് ട്രേഡിംഗ് ആണ്. കാരണം അതിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളില്ല. ഇടയ്ക്ക് എത്ര വർക്ക് തിരക്കുള്ള ആളായാലും കുറച്ച് ടൈമൊക്കെ എന്തെങ്കിലും ഫ്രീ കിട്ടും. അതായത് നമുക്ക് എന്താണ് നമ്മൾ പ്രോഫിറ്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് മാർക്കറ്റ് എത്തിയിരിക്കുന്നത് എന്നുള്ള അത് നോക്കാനുള്ള ഗ്യാപ്പൊക്കെ എല്ലാവർക്കും കിട്ടും. അത്രത്തോളം തിരക്കുള്ള വർക്കൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ട്രെയിനറൊക്കെ എങ്ങനെയുണ്ടായത്? നമുക്ക് നല്ല ട്രെയിനർ, തൻസീർ എന്നാണ് സാറിൻ്റെ പേര്. എപ്പോഴും നമുക്ക് നല്ല സപ്പോർട്ട്. ഇപ്പം ഞാൻ തന്നെ ഒരു ചാർട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഇപ്പോൾ ഒരു കമ്പനീൻ്റെ ചാർട്ട് നോക്കി, അപ്പോൾ അതിങ്ങനെ ബ്രേക്കൗട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ സാറിനോട് ചോദിക്കും, ഇതെങ്ങനെയുണ്ട്, എൻട്രി ചെയ്യാമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആൾ നോക്കിയിട്ട് ഓക്കെയാണ്, ചെയ്യാം, കുഴപ്പമില്ല എന്ന് പറയും. അതേപോലെ തന്നെ ഇപ്പം പോർട്ട്ഫോളിയോയിലുള്ളൊരു സ്റ്റോക്കാണെങ്കിൽ തന്നെ എന്തെങ്കിലും മൂവ്മെൻറ്റ്സ് പ്രശ്നമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ സാറിനോട് ചോദിക്കും, സാർ ഇതിപ്പോൾ ഇത്രയും ഇതിലാണുള്ളത്, അപ്പോൾ കണ്ടിന്യൂസ് ഇപ്പോൾ ഡൗൺ ആയി പോകുന്നത്, എന്താ ചെയ്യേണ്ടതെന്നുള്ള അങ്ങനെയുള്ള ഇതിപ്പോൾ ഞാൻ പറയട്ടെ, ഇത് യൂട്യൂബ് ക്ലാസ്സിലാണ്, നമുക്കിത് ആരോട് ചോദിക്കാൻ പറ്റില്ല. അതും ചോദിക്കുന്ന ആൾക്കാർ എത്രത്തോളം ട്രസ്റ്റബിൾ ആണെന്നുള്ളത് നമുക്കറിയില്ല. ഇതെന്ന് വെച്ചാൽ നമ്മളെ കമ്മ്യൂണിറ്റി ഉള്ളിൽ തന്നെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പിന്നെ കണ്ടിന്യൂസ് ഡൗൺ ആവുന്നൊരു ചാർട്ടായിട്ട് തോന്നുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് പറയും. അപ്പം നോക്കുന്ന പുള്ളി പറയും, ഇത് കുഴപ്പമില്ല, ഇത് അത്യാവശ്യം ഡൗൺ ആവുന്ന നോക്കണ്ട, ഇനി കയറിക്കോളും നല്ല രീതിക്ക് പറഞ്ഞിട്ട് ചാർട്ടും കാര്യങ്ങളൊക്കെ വരച്ചിട്ട് നമുക്ക് ആ ഒരു തരുന്നു. ആ ഫുൾ സപ്പോർട്ട് എപ്പോഴും ഉണ്ട് ആക്ച്വലി. അത് നമ്മൾ ജസ്റ്റ് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ പുള്ളി അപ്പം തന്നെ ഉണ്ടാവും. എന്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റെല്ലാം ചൂസ് ചെയ്തു? അത് ഞാൻ പറഞ്ഞു, അത് 2-3 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് സ്റ്റോക്ക് മാർക്കറ്റ് തുടങ്ങിയ സമയത്ത് ഞാൻ ഇതിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ആ പഠിക്കുന്ന സമയത്ത് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് കേരള തുടങ്ങുന്ന സമയത്ത് അത്. അപ്പോൾ അന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു.
അപ്പം അന്ന് ആ കോൺടാക്ട് സേവ്ഡ് ആണ്. അതിൽ അവരുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഡെയിലി, അതായത് ഒരു 4 കൊല്ലമൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു സ്റ്റാറ്റസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ. സ്റ്റുഡൻസിൻ്റെ പ്രോഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു കാരണമാണ്. കാരണം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നാൾക്ക് ചെയ്യാൻ പറ്റും, എന്നാൽ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ. പിന്നെ വെച്ചാൽ കമ്പയർ ചെയ്തപ്പം ഇപ്പോൾ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ച സ്റ്റുഡൻസിനെയൊക്കെ അറിയാം. നമ്മൾ പിന്നെ നമ്മളെ റൂമിൻ്റെ അടുത്തൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സജഷൻ കൂടി കിട്ടിയിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ മാർക്കറ്റിംഗ് ചെയ്തതിനേക്കാൾ ഉപരി പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ അവരുടെ റെഫറൻസിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ട്രസ്റ്റബിൾ ആയിട്ട് തോന്നുന്നത്. പ്രോഫിറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്ത് പറഞ്ഞല്ലോ. അപ്പോൾ വീട്ടിൽ ഇപ്പോൾ പറഞ്ഞു വീട്ടിൽ ആദ്യമൊക്കെ നെഗറ്റീവ് ആയിരുന്നു. അതെ. പിന്നെ എല്ലാവർക്കും ഒരു ട്രസ്റ്റ് വന്നു പറഞ്ഞു. അതെ. അപ്പോൾ ഈ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തിട്ട് വീട്ടുകാർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്തായിരുന്നു? വീട്ടിലേക്കുള്ള മൊത്തം കാര്യങ്ങളും വാങ്ങുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ അതായത് ഇപ്പോൾ സർപ്രൈസ് ആയിട്ട് TV, വാഷിംഗ് മെഷീൻ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അതൊക്കെ ഞാൻ തന്നെയാണ് വാങ്ങുക. അതൊക്കെ എന്ന് വെച്ചാൽ ട്രേഡിങ്ങൊന്നും ഒക്കെയുള്ള ഇത് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് ഫണ്ട് അല്ലെങ്കിൽ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്ത് മൊത്തം ട്രേഡിങ്ങിൻ്റെ ഇത് വെച്ചിട്ട് തന്നെയാണ് വീട്ടിൽ. ഇപ്പോൾ ഞാനിപ്പം പറഞ്ഞില്ലേ 1 lakh ഇപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ നെക്സ്റ്റ് ഒരു ബൈക്ക് എടുക്കണം എന്നാണ്. അതായത് ഞാൻ മുമ്പേ ക്ലാസ് ഇത് കണ്ടപ്പം അങ്ങനെ, അതായത് നമുക്കൊരു ടാർഗറ്റ് വേണമെന്നാണ്. അതായത് ഇപ്പോൾ ഇന്ന് ഇത്ര ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അതായത് ഒരു ടാർഗറ്റ് വെച്ച് വർക്ക് ചെയ്താൽ എനിക്ക് തോന്നുന്ന അതും കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഒന്ന് എങ്ങനെയെങ്കിലും അത്ര ആക്കണം എന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ. ഇപ്പോൾ എല്ലാവരും പറയും ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇഷ്ടംപോലെ ക്യാഷും ഉണ്ടാവും, ഇഷ്ടംപോലെ ടൈമും ഉണ്ടാവുന്നുണ്ട്. അത് വളരെ തെറ്റായിട്ടുള്ളൊരു ടൈമും ഉണ്ടാവില്ല, പൈസ ഉണ്ടാവില്ല. അത് എന്താ പറയുക, നമ്മളിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഓടിയാലും ചിലപ്പോൾ എവിടെ നമ്മൾ ഡിസിഷനൊക്കെ ചിലപ്പോൾ പാളിപ്പോവാം. അങ്ങനെ കുറേ ഇത് വരും. ഓക്കെ. ഇപ്പോൾ ഇതുവരെ പഠിച്ചിട്ട് എന്ത് തോന്നി? SMK, അബൌട്ട് SMK, ട്രെയിനർ സപ്പോർട്ട്, കമ്മ്യൂണിറ്റി, എവറിത്തിങ്. അതായത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇത്രയൊരു കോൺഫിഡൻറ്റ് ബിൽഡ് ചെയ്യാനുള്ളൊരു മെയിൻ എലമെൻറ്റ് തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് കേരളമാണ്, SMK വന്നിട്ടാണ്. അപ്പോൾ അതും എല്ലാ രീതിക്കും എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിനേഴ്സിൻ്റെ അടുത്തുനിന്നായാലും ട്രെയിനേഴ്സ് ഫുൾ ടൈം ആക്റ്റീവാണ്. നമുക്ക് എന്ത് ഡൗട്ട് ചോദിച്ചാലും ക്ലിയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ അത്ര സ്പീഡായിട്ടൊന്നുമല്ല ക്ലാസ് എടുത്ത് പോകുന്നത്, എല്ലാം മനസ്സിലാക്കി എന്നിട്ട് മാത്രമേ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു. അതിപ്പോൾ എത്ര ടൈം എടുത്താലും അവരത് എല്ലാവർക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കുള്ളൂ. അല്ലാതെ അവർ ഇപ്പോൾ ക്ലാസ് എടുക്കണം എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റിയിൽ അങ്ങനെ എടുത്തു തീർക്കുന്ന ആ ഒരു ഇതല്ല. അതായത് പിന്നെ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും അത് ക്ലിയർ ചെയ്ത ശേഷം മാത്രമേ അടുത്ത ടോപ്പിക്കിലേക്ക് ഇടുന്നുള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല മൈൻഡ് സെറ്റ്. ചില ആൾക്കാർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നവരുണ്ടാവും, ചില ആൾക്കാർ ചിലപ്പം കുറച്ചൊന്ന് 2-3 പ്രാവശ്യം പറഞ്ഞു തരേണ്ടവരും. ഓക്കെ, അപ്പോൾ അത് എന്താ പറയുക, നല്ല രീതിക്ക് മാനേജ് ചെയ്ത് പോകുന്നുണ്ട് അവിടെ. നമ്മൾ ഇത്രയും നേരം നമ്മുടെ അതുലിൻ്റെ ട്രേഡിങ് ജേർണിയാണ് കേട്ടത്. അപ്പോൾ ഐ എം ആസ്കിങ് ടു 1 more question. നാളെ ഒരാൾ വന്നിട്ട് അതുലിനോട് ചോദിക്കുന്നത് SMK പറ്റി, എനിക്ക് അവിടെ ജോയിൻ ചെയ്യുന്നതിനെ പറ്റി എന്താണ് അവർക്ക് സജസ്റ്റ് ചെയ്യും? ഡെഫിനറ്റ്ലി യെസ്. കാരണം വെച്ചാൽ വേറെ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ എനിക്കിത്രയും എന്താ പറയുക പ്രോഫിറ്റൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും പറ്റും. കാരണം എനിക്കായിട്ട് പ്രത്യേക വേറെ ഇതൊന്നുമില്ല, ഞാൻ ഈ ക്ലാസ്സിന് വന്നിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റും. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. ഓക്കെ, താങ്ക് യു. ഒരു നല്ലൊരു ട്രേഡിംഗ് ജേർണി ആശംസിക്കുന്നു. താങ്ക് യു. എപ്പോഴും സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ട്രേഡ് സെറ്റപ്പ്, ഒരു ഗ്രീഡി മൈൻഡ് ഇല്ലാതെ ഇതുപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ലോങ് ടേമിനോടും മുമ്പോട്ടേക്ക് പോവുക, ഇൻവെസ്റ്റ്മെൻറ്റുകൾ കണ്ടിന്യൂ ചെയ്യുക, ഇത് കാര്യങ്ങൾ പഠിക്കാൻ നോക്കുക. ഓക്കെ, എനിവേ താങ്ക് യു.